ഹലോ, നമുക്കിന്ന് ബ്രെഡ് പൊരി ഉണ്ടാക്കിയാലോ? വെറുതെ ഒരു ബ്രെഡ് പൊരി അല്ല കേട്ടോ, മസാല ബ്രെഡ് പൊരി. നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സ് ആട്ടോ ഇത്. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ചെറിയ 3 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചെറിയ സവാള, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനം എടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അത് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പെരിഞ്ചീരകം ആയാലും മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റുക കേട്ടോ. എന്നിട്ട് നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. പെരിഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്തോ. എന്നിട്ട് പൊടികൾ മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് മസാലകൾ അതിനകത്തോട്ട് ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അത് നമുക്ക് ആവശ്യത്തിനുള്ള സ്ലൈസ് എടുക്കുക. എന്നിട്ട് ഒരു സ്ലൈസിൽ നമുക്ക് ഈ മസാലകളെല്ലാം വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ബ്രെഡ് കൊണ്ട് നമുക്കത് കവർ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ ബ്രെഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. 4 പീസായിട്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും പീസാക്കി എടുക്കാം. കുറച്ചുകൂടെ ചെറുത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല 2 പീസായിട്ടാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 പീസായിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പഴം പൊരിക്കുമ്പോൾ നമ്മൾ മൈദ കലക്കി എടുക്കില്ലേ, അതേപോലെ മൈദ മിക്സ് ചെയ്തെടുക്കുക. മൈദ കുറച്ച് വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, കുറച്ച് എള്ളിടുക, അതുപോലെ ഇച്ചിരി പഞ്ചസാര ഇടുക, മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് മൈദ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് അതിൽ ബ്രെഡ് മുക്കിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനായിട്ട് കുറച്ച് സോസുമായിട്ട് സെർവ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡ് മസാല പക്കോട റെഡി ആയിട്ടുണ്ട്. പക്കോട ബ്രെഡ് മസാല പൊരിയെന്നോ എന്ത് വേണേലും പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇത്. താങ്ക്